ഹലോ. കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് റിക്വസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കുറെ ആയില് ചെയ്തിട്ട് ഒന്ന് ചെയ്തൂടെന്ന്. അപ്പോ എനിക്ക് അതിന് സാഹചര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എനിക്കിഷ്ടാണ് ചെയ്യാനായിട്ട്. നമ്മള് മുന്നേയൊക്കെ കുറേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. മിക്കതും അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഉണ്ണി ഒന്നും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ ബാക്ക് ടു നോർമലിലേക്ക് വരുന്നാണ് വിചാരിക്കണേ. അപ്പൊ അതാണ് ഞാൻ തന്നെ പറഞ്ഞ്. അപ്പൊ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണട്ടോ. പിന്നെ എനിക്ക് പീരിയഡ് ഡേറ്റ് ആണ്. പീരിയഡ് എന്ന് പറഞ്ഞാൽ പീരിയഡിന്റെ എന്താ പറയാ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇതുകളും വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ നമുക്കിന്ന് ഗ്രീൻ ബീൻസ് ആണ്. അപ്പൊ അത് ഞാൻ കഴുകി ദേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളപ്പം ത്തിന് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു മാവ് സെറ്റ് ആക്കിയിട്ട്. അപ്പൊ അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളി സാമ്പാർ വെക്കാന്ന്. അപ്പൊ അത് വേണമെങ്കിൽ വെള്ളപ്പത്തിന്റെ കൂടെ എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കാലോ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഞാനത് ഞാൻ ഇന്നലെ മറന്നുപോയി ഉള്ളി നന്നാക്കി വെക്കാൻ. ചിലപ്പോ ഞാൻ അങ്ങനെ നന്നാക്കി വെക്കും. മിക്കതും ഞാൻ ആ സമയത്ത് തന്നെ ചെയ്യാറ്. ഞാൻ അങ്ങനെ തലേന്നൊന്നും സെറ്റാക്കി വെക്കാറില്ല കേട്ടോ. അങ്ങനെ ദേ നമ്മള് മാവൊക്കെ ഒഴിച്ച് വെള്ളപ്പം ഒരേ സൈഡിൽ ചൂടുന്നുണ്ട്. പിന്നെ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് ട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇന്നാള് ഞാൻ ജിമ്മിന്റെ വീഡിയോ ഷോർട്സ് ചെയ്തപ്പോ എന്നോട് ചോദിച്ചിരുന്നു പീരിയഡിന്റെ സമയത്ത് എങ്ങനെയാ പോവാന്നൊക്കെ. ഞാൻ പോവാറുണ്ട് ട്ടോ. പിന്നെ എനിക്ക് പോവാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം, അതായത് ഇപ്പൊ എവിടേക്കെങ്കിലും പോണം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പൊ ചെറിയതിന് വയ്യ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ പോവാണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ ചേട്ടനെ ഏൽപ്പിച്ച് പോവാറുണ്ട്. പിന്നെ അവള് ഭയങ്കര വാശി അങ്ങനെ വല്ലതൊക്കെ ഞാൻ തീരെ അങ്ങനത്തെ കാര്യങ്ങൾ ജിമ്മ് ഒഴിവാക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കാറില്ല. അപ്പൊ ദേ നമ്മുടെ ഗ്രീൻ ബീൻസ് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു സൈഡില് നമ്മള് വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഗ്രീൻ ബീൻസിന് വേണ്ടിയിട്ട് സവോള നന്നായിട്ട് ഇങ്ങനെ വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മളിത് ഗ്രീൻ ബീൻസ് ഒന്ന് ഇട്ട് കൊടുത്തു. ഇപ്പൊ പാറു എരിവൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എരിവ് കഴിക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ ഞാൻ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറേശ്ശെ കൊടുത്ത് ആള് എരിവൊക്കെ കൂട്ടും. അതുകൊണ്ട് തന്നെ പാറുവിനെ അങ്ങനെ ഞാൻ മാറ്റി വെക്കാറൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അടുക്കളപ്പണി ഏകദേശം സെറ്റായി. ഞാൻ പിന്നെ ഒരു എന്താ പറയാ മധുരം ഇടാണ്ട് ഇഞ്ചി ഒക്കെ ഇട്ടിട്ടൊരു ബ്ലാക്ക് ടീ കുടിച്ചു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിന്റെ ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയി വന്ന് ഒക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് ഒന്ന് സെറ്റാക്കി ഞാൻ ദേ ഹെയർ ഒക്കെ കെട്ടി നമ്മൾ ജിമ്മിന് പോവാട്ടോ. ഇപ്പൊ അമ്മു ഇല്ല കേട്ടോ, ഞാൻ തനിച്ച പോണത്. അമ്മുവിന് സ്റ്റോപ്പ് ചെയ്ത് അമ്മു ഒരു മാസം മുന്നേ ആയിട്ട് അവള് നിർത്തിയിട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിപ്പോ നന്നായിട്ട് ക്ഷീണിച്ചു. അതായത് അവള് ഫുഡൊക്കെ നന്നായിട്ട് എന്താ പറയാ ഇതാവുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ അവള് പിന്നെ അവൾക്കൊരു ഇത് പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഒരു മടിയൊക്കെ വരും. ഇനിയോടെയാണ് വെക്കേഷനിലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ നിർബന്ധിച്ചില്ല. അപ്പൊ നമ്മളിതേ സെറ്റായി. ഇനി നമുക്ക് പോവാം. എന്നിട്ട് ഇനി ജിമ്മിലത്തെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. കുറച്ച് ലെങ്തി ഡേ ഇൻ മൈ ലൈഫ് ആട്ടാ. ഞാനങ്ങനെ കോച്ചിനോട് അങ്ങനെ പറയാറൊന്നുമില്ല എനിക്കിങ്ങനെ പീരീഡ് ആണെന്നൊന്നും. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ടി വന്നു. കാരണം വെച്ചാല് എന്റെ പെട്ടെന്ന് വാമപ്പ് കഴിഞ്ഞു. അപ്പൊ എന്നോട് കോച്ച് ചോദിച്ചു ഇത് വേഗം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പീരീഡിന്റെ ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് ഞാൻ വല്ലാണ്ടുള്ള തുള്ളിച്ചാട്ടങ്ങൾ, അതായത് ഞാൻ കാർഡിയോ, അതായത് ഇങ്ങനെ സ്കിപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വെയിറ്റ് കുറച്ചെടുക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കും. പിന്നെ പ്ലാങ്ക് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പുഷപ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് തോന്നും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും തോന്നുന്നു, ഞാൻ ഒഴിവാക്കും. ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനെ അതർവൈസ് എനിക്ക് ഫിറ്റ് ആണ്, എനിക്ക് അത്യാവശ്യം ഓക്കെ ആണ്. എനിക്ക് അങ്ങനെ പീരീഡിന്റെ സമയത്ത് ഭയങ്കരമായി തകർച്ചയൊന്നും ഇപ്പൊ ഇല്ല. അതായത് എനിക്ക് ജിമ്മിന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വ്യത്യാസം എനിക്ക് അറിയാലോ. എനിക്ക് PCOD ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായ മാറ്റങ്ങളാണ് എനിക്ക് ജിമ്മിന് വന്നതിന് ശേഷം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വീട്ടിലെത്തിട്ടോ. ആകെ നനഞ്ഞു കുളിച്ചിട്ടാവും ഞാൻ വീട്ടിലേക്ക് വരാം. അത് ജിമ്മിനുള്ളവർക്ക് അറിയാം, ഞാൻ അത്രയും നേരത്തെ കുളിക്കും. അത്രയും മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി ആകെയായിട്ട് വരാം. എന്നും അങ്ങനെ ഹെയർ വാഷ് ചെയ്യണം. അപ്പോ ഇത് നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ആട്ടോ, പ്രോട്ടീൻ പൗഡർ. ഇത് ജിമ്മിൽ തന്നിട്ടുള്ളതല്ല, നമ്മുടെ ഡയറ്റീഷ്യനെ കണ്ടിട്ട് മേടിച്ചിട്ടുള്ളതാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുണ്ട്, അവിടെ നിന്ന് നമ്മളങ്ങനെ നോക്കി നമ്മളെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചതാ ഇതാട്ടോ. ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. ഇത് വെള്ളത്തിലാട്ടോ കുടിക്കണത്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് പ്രോട്ടീൻ എടുത്തു തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യനെ കണ്ട് പ്രത്യേകം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് നിർബന്ധം കേട്ടോ. അപ്പം ഇത് ഞാൻ വർക്കൗട്ടിന് പോണ ദിവസങ്ങളിലാണ് എടുക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ സൺഡേ എടുക്കാറില്ല, പിന്നെ ഏതെങ്കിലും കാരണവശാൽ മുടങ്ങൊക്കെ ചെയ്യില്ല, അപ്പോഴും എടുക്കില്ല.
അപ്പം അങ്ങനെ ഇതിലിടയ്ക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്. ആ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു ഫ്രൂട്ടി ഫ്ലേവർ ആട്ടോ. അത് ഇനി ഞാൻ കോഫി ഫ്ലേവർ മേടിക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ. ഇതെന്നെ ആദ്യത്തെ ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല ഫ്ലേവറിൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ട് മേടിച്ചതല്ല. അപ്പോൾ ഇനി മേടിക്കുമ്പോൾ തീരാറായി. ഇനി മേടിക്കുമ്പോൾ കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിക്കണം. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേ പ്രോട്ടീനാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ആരും എത്തിയിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കുക. അമ്മൂനിന്ന് ട്യൂഷൻ ഇല്ല, ക്ലാസ് ഇല്ല. ഇനിയിപ്പോൾ 31-ാം തീയതിക്ക് മുന്നേ വരണുണ്ട്. പിന്നെ 31-ാം തീയതി സ്കൂൾ പൂട്ടാണ്ട് പരീക്ഷ കഴിയും. അങ്ങനെ അപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞാൻ പോയിട്ട് മിറ്റടിക്കണം, അതുപോലെ ചെടി നനയ്ക്കാണ്ട്. നല്ല വെയിലല്ല, അപ്പം ഈ ചെടികളൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു പരിവാകും. അപ്പോൾ നമ്മൾ കാലത്ത് നനച്ചിട്ട് അവർ നല്ല ഉഷാറായിട്ട് നിൽക്കും. പിന്നെ എനിക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു എന്താ പറയുക, ഒരു മടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നന നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലത്ത് തന്നെ നനയ്ക്കും. പിന്നെ ഇനി അടുക്കളയിൽ പണിയൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മളെല്ലാ ദിവസവും ഒരേപോലെ തന്നെ പോയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ പീരീഡിൻ്റെ ഡേറ്റ് സമയത്തൊക്കെ നമ്മൾ ഊർവശി പറഞ്ഞ മാതിരി നമുക്ക് എന്നും ഇങ്ങനെ വടി പോലെ നടക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് വഴുക്കണം തോന്നുമ്പോൾ വഴുക്കും പറയില്ലേ. അപ്പോൾ എനിക്ക് വഴുക്കണം തോന്നി ഞാൻ വഴുക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചില ദിവസങ്ങളിലൊരു കുറച്ച് ക്ഷീണം, റെസ്റ്റ് എടുക്കണം കൂടുതലായിട്ടും തോന്നുകയാണെങ്കിൽ എടുക്കും, അത്രേ ഉള്ളൂ. ഫുഡ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ കഴിക്കും. പക്ഷേ ഇന്നപ്പോൾ ഞാൻ കഴിക്കില്ല. ഞാനിപ്പോൾ പരമാവധി ഞാൻ കുറച്ചേക്കാണ്. പിന്നെ അമ്മൂൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കില്ല. ഇങ്ങനെയൊക്കെ പോവും. ചിലപ്പോൾ ഞാൻ ഭക്ഷണം തന്നെ കഴിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ പീരീഡിൻ്റെ സമയത്ത്. അപ്പം ഞാൻ ചിലപ്പോൾ വല്ല കുറേ കാലമായിട്ട് കാപ്പി അങ്ങനെ കുടിക്കലില്ല. അപ്പം ചിലപ്പോൾ ഞാൻ ഇവിടെ പാലുണ്ടെങ്കിൽ കാപ്പി കുടിക്കും. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമീകൃതമായ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ പീരീഡ് അല്ലെങ്കിൽ നമുക്ക് നേരില്ല, അങ്ങനെ തിരക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കിപ്പാവും. അപ്പോൾ ഇന്ന് മിക്കവാറും അങ്ങനെ ആയിരിക്കും. എനിക്കാണെങ്കിൽ ഇന്നൊരു മൂഡില്ല ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ചിലപ്പോൾ വല്ല കാപ്പിയിലോ ഒക്കെ ഒതുക്കും, അത്രേ ഉള്ളൂ. വല്ല ഫ്രൂട്ട്സിലൊക്കെ ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല. പിന്നെ ഒരു ദിവസമല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ വേഗം പോയിട്ട് മിറ്റടിക്കട്ടെ. അപ്പോൾ 6 മണിക്ക് കഴിഞ്ഞാൽ പാറുവിന് ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ പരിപാടി. അങ്ങനെ നമ്മൾ അടിച്ചു വരാൻ വേണ്ടി ഞാൻ വന്നു കേട്ടോ. അപ്പൊ നോക്കുമ്പോണ്ട് കുറെ അധികം പാർക്കുട്ടിയുടെ സാധനങ്ങളാണ്. ഇന്നലെ വൈകുന്നേരത്തെ കളിയാണ് ചേച്ചിയും പാർക്കുട്ടിയും കൂടി. അതൊക്കെ ഞാൻ പറക്കി വെച്ച് ചെരുപ്പുകളൊക്കെ വലിച്ചു വരിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് മിറ്റടിച്ച് വരാന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ ബോഗൺവില്ലുള്ള കാരണം നിറയെ അതിന്റെ ചവറുണ്ടാവും. അടിച്ചില്ലെങ്കിൽ ആകെ ചപ്പലുള്ളിയായിട്ടൊക്കെ എടുക്കുക. പിന്നെ ടിപ്പുവിനെ കളിപ്പാട്ടുള്ള ടയർ അതുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ വരും. അങ്ങനെ വെയിറ്റ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പീരിയഡ്സിന്റെ സമയത്ത് എനിക്കിപ്പോ നല്ല വ്യത്യാസമാണ്. എനിക്ക് ബാക്ക് പെയിനും പിന്നെ എന്റെ തുടയുടെ ബാക്കിൽ അവിടെ ഇങ്ങനെ ഞരമ്പുകൾ ഭയങ്കരമായി വലിഞ്ഞു മുറുകണ ഒരു പ്രശ്നമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി. എനിക്ക് മുട്ടുവേദന വലുതായിട്ടില്ലെങ്കിലും ഉണ്ടായിരുന്നതൊക്കെ മാറി. അങ്ങനെ ചെടികളൊക്കെ നനച്ചു. അപ്പം ടിപ്പു ഓടി നടക്കുന്നുണ്ട് ചുറ്റും. അതിന്റെ ഇടയിൽ പാറും അമ്മു എണീറ്റു. അപ്പൊ അമ്മു തന്നെ പാറുവിനെ പല്ലേക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവള് സ്വയം ചെയ്യും, എന്നാലും നമ്മളൊന്നും ചെയ്യണം, കാരണം അത്രയ്ക്കാണ് വൃത്തിയാവില്ലല്ലോ അവർ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം ചെയ്തു കൊടുക്കും. അപ്പൊ അമ്മ അങ്ങനെ ചെയ്യണ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. കാരണം അവള് കുറെയൊക്കെ മാനേജ് ചെയ്യും. അങ്ങനെ ഫുഡ് എടുത്ത് ഞാൻ കൊടുത്ത് അവർ കഴിക്കേണ്ട തന്നെ കഴിച്ചോളും. പിന്നെ നമ്മള് വേണം, എന്റെ ഒരു സ്നേഹത്തിനിടയ്ക്ക് ഞാൻ വാരി കൊടുക്കും, ഇല്ലാണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ വെള്ളപ്പം, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഉള്ളി സാമ്പാർ, ഗ്രീൻ ബീൻസ്, അങ്ങനെ എല്ലാ കറികളും ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്മൂത്തി പൗഡർ ആട്ടോ, നിലാസെറിക്സിന്റെ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ് ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതൊരു സ്മൂത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് വെള്ളത്തിൽ ജസ്റ്റ് ഒരു വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കലക്കിയിട്ട് കുറച്ച് നേരം വെച്ച് കുടിക്കാം. പിന്നെ നമുക്കിതിൽ പീനട്ട് ബട്ടറും അതുപോലെ ഞാൻ ചേട്ടന് സ്മൂത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പീനട്ട് ബട്ടറും അതുപോലെ തന്നെ ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചും നമുക്ക് മിൽക്ക് ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചും കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ സ്റ്റിക്കർ ഇല്ലാന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് വീട്ടിലേക്ക്. പിന്നെ സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറുമ്പോൾ കറക്റ്റായിട്ടുണ്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. പാർക്കിങ്ങിലൊക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കുറേ അധികം ഇൻഗ്രീഡിയൻസ്, അതായത് നട്ട്സും ഒക്കെ ഉണ്ട്. അതായത് നട്ട്സ് കുറേ നട്ട്സ് അല്ല, ആവശ്യത്തിന് കൂടുതലായിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ ഹെൽപ്പ് ചെയ്യണ ആൽമണ്ട്, അങ്ങനത്തെ അത്യാവശ്യം നമുക്ക് ബെനിഫിറ്റ് ഉള്ള നട്ട്സുകളും അതുപോലെ പംകിൻ സീഡ്, ഇതൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവക്കാഡോ, അതുപോലെ തന്നെ നമുക്കൊരു നല്ല മോയ്സ്ചറൊക്കെ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അവക്കാഡോ, നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ, അങ്ങനെയുള്ള മറ്റേ പൊമഗ്രാനൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതാണ്. അപ്പോൾ ഇപ്പോൾ 1 ടീസ്പൂൺ ഇടണം കേട്ടോ. കാരണം ചേട്ടന് ഇതിൻ്റെ കൂടെ ചേട്ടൻ്റെ
എന്താ പറയാ പ്രോട്ടീൻ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഡേറ്റ്സ് ചേർക്കണില്ല. ഈ ഒരു പീനട്ട് ബട്ടർ ആണ് നമ്മൾ ചേർക്കണത്. ഇത് അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടർ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ചേർക്കും. പിന്നെ ചേട്ടന്റെ എന്താ പറയാ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ആളുടെ പൗഡർ ഉണ്ട്, അതാണ് ചേർക്കുക. ഇതാണ് ചേട്ടന്റെ പൗഡർ, പ്രോട്ടീൻ പൗഡർ. അത് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാല് ഇതിൽ മിൽക്ക് ചേർക്കും, മിക്സിയിൽ അടിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം കേട്ടോ. ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആൾക്ക് ഇതൊക്കെ ചേർക്കണം. ഡേറ്റ്സ് ആൾക്ക് ഒരു മധുരം വലിയ ഇഷ്ടമില്ല, അപ്പൊ അതുകൊണ്ട് ഡേറ്റ്സ് ഇടുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഒരു ഗ്ലാസ് സ്മൂത്തിയാണ്, കറക്റ്റ് അളവ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ എഗ്ഗും ചേട്ടൻ എഗ്ഗ് കഴിക്കും. പിന്നെ ചിലപ്പോൾ പേരയ്ക്ക് കഴിക്കും കേട്ടോ. എനിക്കപ്പോ പതിവ് പോലെ ഭക്ഷണം കഴിക്കാനും തീരെ തോന്നണില്ല, താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കപ്പ് കാപ്പി കുടിച്ചു. ഞാൻ അങ്ങനെ കുടിക്കാറില്ല, പാൽ കാപ്പിയാണ് കുടിച്ചിട്ടുണ്ട്. പാലുണ്ടായിരുന്നു, ചേട്ടനെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല, പക്ഷെ ഞാൻ കഴിക്കും. ഞാൻ ഇതെന്നും ഇങ്ങനെ ചെയ്യണ കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതാണ്, വേറെ ഒന്നല്ല. നമ്മുടെ പാറക്കുട്ടീനെ കുളിപ്പിക്കാൻ പോകണം കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ എടുത്തിട്ടാണ് കുളിപ്പിക്കണേ. നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇൻഗ്രീഡിയൻസുകളുണ്ട്, അതുകൊണ്ട് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ച് ഇട്ടിട്ട് അങ്ങനെ കുളിപ്പിക്കും. പാറക്കുട്ടീനെ റുട്ടീൻ അതാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തേച്ച് നമ്മൾ കുളിക്കൂല്ലേ. എവിടേക്ക് മേലും തേക്കും തലയിലും തേക്കും. പിന്നെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ പോവില്ലേ, അങ്ങനെയാവുമ്പോ എന്താ പറയാ, ചിലപ്പോ വെറുതെ കുളിക്കും. നേരില്ലെങ്കിൽ, നേരെ ഉണ്ടെങ്കിൽ മിക്ക ദിവസം ഞങ്ങൾ എണ്ണ വെച്ചാൽ കുളിക്കുക മിക്കതും. പിന്നെ എന്തെങ്കിലും പോവണം, വല്ല അർജന്റ് വല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഷൂട്ടിങ് അങ്ങനെ പെട്ടെന്ന് തന്നെ എടുക്കണം, അങ്ങനത്തെ ഒക്കെ പരിപാടീസ് വരുമ്പോഴാണ് തേക്കാൻ പിടിക്കുക. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ചിങ്ങനെ പിടിക്കും. പാറക്കുട്ടിയെ കസാരമ്മ കയറി നിൽക്കണ, അതാണ് ഇത്ര ഉയരം. കൂടെ ഉണ്ടോ മേല് തേക്കാം. മേല് തേക്കണത് നമ്മുടെ നിലാ സർപ്സിന്റെ നമ്മുടെ എണ്ണയാണ് കേട്ടോ തേക്കണം. നമ്മുടെ ഈ നിലാ സർപ്സിന്റെ സ്കിൻ കെയർ ഓയിൽ ഇല്ലേ, അതാ തേക്കണം കേട്ടോ. അത് ഇപ്പൊ വേണ്ട, പൊന്തിക്കല്ലേ. അപ്പൊ നമ്മളിത് ഇതിങ്ങനെ പെരട്ടും. ഞാൻ ഉഴുപ്പ് കൂരിട്ട് പെരട്ട. അപ്പൊ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ പെരട്ടി കാണിക്കുന്നത് മാത്രം. നമുക്ക് വീഡിയോ നിർത്തി കഴിയുമ്പോൾ എടുക്കുക കേട്ടോ. അങ്ങനെ പെരട്ടും. അപ്പൊ കുളിപ്പിക്കണത് നമ്മളിത് നിലാ സെറപ്സിന്റെ നമ്മുടെ BB റേഞ്ചിൽ വരുന്ന ഹെർബൽ ടോപ്പ് ടു ടോയ് ബാത്ത് ജെല്ലാട്ടോ. അതായത് ഇത് നമുക്ക് നമ്മുടെ മുതിർന്നവർക്കും ഉണ്ണികൾക്കും ഒക്കെ തല തുടങ്ങിയിട്ട് മേലൊക്കെ കുളിപ്പിക്കാൻ നല്ലതാ. അതങ്ങനെ ആക്കി കഴിഞ്ഞാൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പാണ്, വളരെ മൈൽഡ് ആയിട്ടുള്ള ജെൽ ടൈപ്പ് ഒരു ലിക്വിഡാണ് ഇതിന് വരുന്നത്. അപ്പൊ അതാ ചേട്ടനോട് കിടന്ന് പാട്ട് പാടി. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, അതാണ് പാടും മിണ്ടാണ്ടിരിക്കാൻ പറയുന്നത്. അപ്പൊ ദേ ഇതാട്ടോ. അപ്പൊ ഇത് സംഭവം ഇതുകൊണ്ട് നമ്മൾ കുളിപ്പിക്കും. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഉടുപ്പൊക്കെ ഊരി മേലൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് വരാട്ടെ അല്ലേ. കുളിച്ചിട്ട് വരാം അല്ലേ. പറഞ്ഞേ, കുളിച്ചിട്ട് വരാ പറ, അങ്ങോട്ട് നോക്കിയിട്ട് പറ. അപ്പോഴേ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ വന്നിട്ട് നമ്മുടെ എന്താ പറയാ, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കീഴാർനെല്ലി ഇതേ നമ്മൾ വേര് അടക്കനെ എന്താ പറയുക അരച്ചിട്ടിട്ടുണ്ട്, അല്ല പൊട്ടിച്ച് കഷ്ണാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാവണ കറിവേപ്പിലയാണ് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ 35+ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നേരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സപ്പോർട്ട് നല്ലതാണ് കൊടുക്കണത്. നേരെ എപ്പോഴായാലും വരും, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മളിടയ്ക്ക് ഒന്ന് കെയർ കൂടുതൽ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ഡിലേ ചെയ്യിക്കാൻ പറ്റും. അത്ര തന്നെ. പിന്നെ വലിയ ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് വയ്യ മീൻസ് അങ്ങനെ എനിക്ക് മുന്നത്തേക്ക് നല്ല സുഖമാണ്. ഇപ്പോൾ ജിമ്മിന് പോയതിന് ശേഷം എനിക്ക് ബാക്ക് പെയിൻ കുറഞ്ഞു. പിന്നെ നമുക്കിങ്ങനെ ബാക്കിലൊക്കെ എനിക്കിങ്ങനെ തുടയുടെ ബാക്കില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഞരമ്പ് ഇങ്ങനെ മസിൽ പിടിക്കണ പോലെയൊക്കെ തോന്നാറുണ്ട് ഈ പീരീഡ്സിൻ്റെ സമയത്ത്. അതൊന്നും ഇല്ല, ഞാൻ കെടുക്കല മിക്കുന്ന പതിവ്. ഇപ്പം അതൊന്നും ഇല്ല, നടക്കുന്നുണ്ട്, അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒരു ഭാഗ്യമാണ് എനിക്ക് ജിമ്മിന് പോയതിന് ശേഷം. എന്നാലും പിന്നെ ഒരു അസ്വസ്ഥതയും പിന്നെ നമ്മൾ കുറേ കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് പീരീഡ്സ് ആവണേനെ കുറച്ച് ദിവസം മുന്നേ നല്ല ഫേസ് നല്ല ഗ്ലോയും നല്ല രസമായിട്ടിരിക്കും. പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-6 ദിവസത്തേക്ക് ആകെ മൊത്തം
കയ്യിൽ നിന്ന് പോയിട്ടിരിക്കട്ടെ. കാരണം ഞാൻ ഷൂട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് നാളെ എന്തായാലും എനിക്ക് ഷൂട്ട് ചെയ്തേ പറ്റൂ. എനിക്ക് നാളെ നമ്മൾ വിഷുവിൻ്റെ 1-ാം തീയതി തൊട്ട് വിഷുവിൻ്റെ വീഡിയോസ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കണം. നാളെ തുടങ്ങി എടുത്താലേ ശരിയാവുള്ളൂ. പിന്നെ അതിനിടയിൽ ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പോൾ അതേ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ടിട്ടുണ്ട് 2 തണ്ട് കരിവേപ്പില. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ ചിലപ്പോൾ ഇടും ഓർമ്മയുണ്ടെങ്കിൽ. പിന്നെ ഒരു മുട്ട ഫുൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമ്മുടെ നിലാ സർപ്സിൻ്റെ ഹെയർ പാക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും വീഡിയോയിൽ പറയാഞ്ഞത്, ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവരും വീട്ടിലുണ്ടാവണം എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ വേണമല്ലോ. അതാണത് നിലാ സർപ്സിൻ്റെ. അത് ഞാൻ ഇടയ്ക്കിട്ട് കൊടുക്കാറുണ്ട്. കാരണം ഇതിൽ ഉലുവയും അതുപോലെ തന്നെ ജഡാമാഞ്ചി അങ്ങനെ ഒരുപാട് ഹെയറിന്, കരിഞ്ചീരം അങ്ങനെ ഹെയറിന് ഗ്രോത്ത് വരാനും തിക്നെസ്സും ഒക്കത്തിനും മുടി ഒഴിച്ചിനും എല്ലാത്തിനും ഉള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കുറച്ച് 10-20 ഇൻഗ്രീഡിയൻസുകളോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് അരച്ചത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിൽ ഹെയർ ഓയിലൊക്കെ ആഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഇടും നേരത്തിനനുസരിച്ച്. ഇന്നിപ്പോൾ ഞാൻ ഓയിൽ ഇടണില്ല, എനിക്ക് നന്നായിട്ടൊന്ന് മുടി നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ പാക്ക് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇത് കുറച്ച് അരവ് കുറവുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം കൂടി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അച്ഛനും മക്കളും കൂടി പുറത്തേക്ക് പോവാം. അപ്പം ഞാനില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒന്നാമത്തത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രാവൽ ചെയ്യാൻ ആവശ്യമില്ലാണ്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാം. എനിക്കാണെങ്കിൽ മുകളിൽ സെറ്റപ്പ് ശരിയാക്കാണ്ട് വിഷുവിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ തുടങ്ങണം. ഡ്രസ്സൊക്കെ സെറ്റായി കിട്ടി, തയ്ച്ചൊക്കെ നാളെ തുടങ്ങാമെന്നാണ് വിചാരിക്കണേ. ഷോർട്സ് മാത്രമേ ഉള്ളൂ, ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, കാരണം ആരും കാണുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്സാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു വിഷുവിനൊരു സ്കിൻ പ്രപ്പ് മാതിരിയൊക്കെ വീഡിയോസ് ചെയ്യാം. ശരിക്കും അറിഞ്ഞിട്ടില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഒരു പിരിവിരി നിൽക്കണേ. മുടി നല്ലോണം ഗ്രോത്തായിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുടി ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഈ പാക്ക് ഭയങ്കര നല്ലതാട്ടോ. ഈ എന്താ പറയുക വീഴാർന്നല്ലേ, നൈസ് പാക്കാണ്. നല്ലോണം ഗ്രോത്ത് വരാനായിട്ട് നമുക്ക് തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓട്ടിയില്ല, അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല, ബാക്കി എവിടെയും ചെയ്തിട്ട്. അപ്പം ഞാൻ പുറത്ത് നിന്നിട്ട് തല കഴുകിയിട്ട് ബാക്കി പിന്നെ മേല് അകത്തേക്ക് പോകും കുളിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ തരിപ്പൊടികളെ ബാത്റൂമിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് വൃത്തിയാക്കാൻ. വേറെ നല്ല അതുകൊണ്ട് മാത്രം ഇവിടെ പൈപ്പിൻ്റെ അവിടെ നിന്ന് കഴുകും. ആദ്യമൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന വെള്ളത്തൊക്കെ ചെയ്യാറ്. ഇപ്പം എനിക്ക് ഒന്നിനും ഒന്നാമത്തത് അന്നൊക്കെ നേരെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നേരില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റണ പോലെ ചെയ്യും. ശരീരം അങ്ങോട്ട് മെലിഞ്ഞോട് കൂടിയിട്ട് ഡ്രസ്സുകളൊക്കെ മറ്റേ കുരിശിന് ഒരട്ട പോലെ. ചേട്ടപ്പോഴും പറയും തൊട്ടടിക്കുമല്ലോ. ഇതൊക്കെ ഭയങ്കര ഇവിടെയൊക്കെ ഇങ്ങനെ വിളിന്ന് ഇപ്പം ഇങ്ങനെ മറ്റേ ഇത് കഴുത്തൊക്കെ ഇങ്ങനെ പോയിട്ടേ ഒരു സുഖമില്ല. അപ്പോൾ ദേ നമ്മുടെ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് പറ്റി കൊടുത്തു. ഇപ്പം തന്നെ കുളിക്കും ഞാൻ, അധികം നേരം നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് കൊടുക്കാം. ഞാനൊരു മസാജ് ജെല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ വെച്ചാൽ അതുകൊണ്ടൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരുടെയും പരട്ടിയിട്ട് ചെറിയൊരു മസാജുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. നെക്കും അതുപോലെ തന്നെ ഫേസിലും കൂടി കൊടുക്കും ചെറിയ ചെറിയ സ്ട്രോക്ക്. പരട്ടി ഇനി ചെറിയ രീതിക്കൊന്ന് മസാജ് കൊടുക്കും. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കും പിന്നെ ചേട്ടൻ എന്തൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ പിള്ളേരെ കൊണ്ടുപോയി ചേട്ടൻ അങ്ങനെ ചില സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ സമയം കിട്ടും. അത് ഭയങ്കര നല്ലതാട്ടോ. അപ്പൊ അമ്മക്കുട്ടീനെ കൊണ്ടുപോകും, അപ്പൊ പാറുവിനെ മാനേജ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളങ്ങനെയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ചേരൊക്കെ റിലാക്സ് ചെയ്യാം. നിൽക്കുമ്പോൾ കിടന്ന് പള തിളങ്ങണ് എണ്ണ തേച്ചിട്ട്. അപ്പൊ അവര് പോയി. അപ്പൊ ഞാൻ ദേ കുളിക്കാൻ പോവാട്ടോ. അപ്പം അത്യാവശ്യം കുറച്ച് നേരം വെച്ച് തലയിൽ പുറത്ത് തല കഴുകിയിട്ട് അങ്ങനെ തന്നെ കുളിക്കാമെന്ന് വിചാരിക്കണം. എന്നിട്ട് വേണം മുകളിൽ പോയിട്ട്
പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഷൂട്ടിനുള്ളത്. അങ്ങനെ ദേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് നമ്മുടെ ഗ്ലിസറിനും അതുപോലെ തന്നെ അലോവേരയൊക്കെ ചേർന്നിട്ടുള്ള ടോണറാട്ടോ. ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ഞാനിപ്പോ എന്റെ 4ാമത്തെ ബോട്ടിലാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ചെയ്യണത്. അപ്പൊ ദേ നമ്മുടെ നിലാസെറക്സിന്റെ സിറം ഇട്ടു. അതിന് ശേഷം ദേ മോയ്സ്ചറൈസർ ആണ്. ഇത് ഹൈഡ്രേറ്റ് മോയ്സ്ചർ കഴിഞ്ഞിട്ട് എന്റെ ഒരു പെട്ടി. ഞാൻ എന്നാലും ഞാൻ അങ്ങനെ വടിച്ച് ഫുൾ എടുത്തിട്ടാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉപയോഗിക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് എടുത്ത് വടിച്ച് അവസാനിപ്പിച്ച് നമ്മള് സ്വന്തം പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും അതിനൊരു ഇതുണ്ട്, വിലയുണ്ട്, അതിനൊരു എന്താ പറയുക, നമ്മളൊരു ഇത് കൊടുക്കണം, എനിക്ക് റെസ്പെക്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ളായിട്ട് തീർത്തിട്ട് അവസാനിച്ചിട്ടാണ് എടുക്കുള്ളൂ. ഇത് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നിലാസെറക്സിനെ കുങ്കുമാരി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ദേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു 2 ഫിംഗർ ഇട്ടിട്ട് പിന്നെ നെക്കിലും ഒരു 1 ഫിംഗറും കൂടി എടുത്തിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോഴേ എല്ലാവരും ഇപ്പോൾ നമ്മളിപ്പോൾ തിരക്കിൽ ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴേ ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്നും നമ്മളിങ്ങനെ പരത്തി ഇങ്ങനെ സെറ്റ് ആക്കി, ഇങ്ങനെ വല്ലാണ്ട് ബ്ലെൻഡ് ആക്കരുത് കേട്ടോ സൺസ്ക്രീൻ. അത് ഇങ്ങനെ ഒരു ലെയർ മാതിരി ഇട്ട് കൊടുക്കണം. വല്ലാണ്ട് ബ്ലെൻഡ് ആക്കി നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചുകൊണ്ട് എടുത്ത് പോരണ മാതിരി ചെയ്യാതെ. ചിലപ്പോൾ നമ്മൾ തിരക്കിൽ ചെയ്യണതാവാം, പക്ഷെ അതിന്റെ ഒരു ഗുണം കിട്ടണമെങ്കിലേ ജസ്റ്റ് നമ്മൾ അതിനെ പതുക്കെ ഒന്നിങ്ങനെ എല്ലാവരും സ്പ്രെഡ് ചെയ്ത് നമ്മളിങ്ങനെ വെക്കണം. എന്നാലാണ് ആ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. നമ്മുടെ SPF50 ആണ്, നല്ല പ്രൊട്ടക്ഷനാണ്, നല്ല എന്താ പറയുക ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തന്നെ ഞാൻ നമ്മുടെ ലിപ് ബാം കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് എന്റെ റുട്ടീൻ. പിന്നെ സിറം, ഇപ്പൊ നമ്മുടെ വിറ്റമിൻ സിറം ഞാനൊരു സൈക്ലിംഗ് മാതിരി ഇങ്ങനെ മാറി മാറി അപ്ലൈ ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് രണ്ടും മേടിച്ചിട്ട് ഒരു റുട്ടീൻ മാതിരി, അത് എങ്ങനെയാന്ന് വേണമെങ്കിൽ കമന്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഞാൻ എങ്ങനെ ചെയ്യണേന്നുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. ലിപ് ബാമും കൂടി ഇട്ട് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി മുടിയൊക്കെ ഒന്ന് വിടർത്തിയിടണം. ഒന്ന് നനവ് വിട്ടിട്ട് വേണം കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, സ്കിൻ കെയർ കഴിഞ്ഞു. ഞാൻ മുകളിലേക്ക് പോവാട്ടോ, നമ്മുടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ വിഷുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെയ്യണം, വലിയതായിട്ട് നല്ല ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോട്ടീൻ ബാറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് എന്താ പറയുക ഷുഗർ ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ അത്യാവശ്യം ഉള്ള ഒരു പ്രോട്ടീൻ ബാറാണ്. ഞാൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇത് എടുത്തിട്ടാണ് ഞാൻ പോണത് മുകളിലേക്ക്. ഇത് ഞാൻ എടുക്കണ കണ്ട പാർക്കുട്ടി എന്തെങ്കിലും മേടിക്കുന്നത്. ഞാൻ പാർക്കുട്ടി ഇല്ലാത്ത സമയം എന്നൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഫുഡ് അധികം കഴിക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ ഇപ്പം നമുക്കൊരു ഈ പീരിയഡ്സിന് സമയം ഒരു ക്രേവിംഗ് ഒക്കെ മധുരത്തിന് ഞാൻ പരമാവധി ഇപ്പോൾ ഇങ്ങനെ ക്രേവിംഗ് ഒക്കെ അതിങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനിങ്ങനെ അങ്ങനെ അമർത്തി വെച്ചേക്കാം, അതായത് ഇങ്ങനെ കാം ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എടുക്കാൻ നല്ലതാണ്. ഞാൻ എന്തെങ്കിലും ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ മുന്തിരി അതൊക്കെ കുറച്ചധികം മധുരമുള്ളതല്ലേ, അതുപോലെ ഇങ്ങനെ പ്രോട്ടീൻ ബാറ് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എടുക്കുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ പോയിട്ട് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീം മറ്റേ സംഭവം എന്നിട്ട് ലബാങ് എന്നിട്ട് സാധനം എനിക്കറിയില്ല എൻ്റെ പേര്, അങ്ങനത്തെ സാധനമൊന്നും ഇപ്പോൾ തീരെ കഴിക്കാറ് ഞാൻ തീരെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറേ ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് നമ്മൾ പുലർച്ചയ്ക്ക് ഏറ്റുപോയി നമ്മൾ വർക്കൗട്ട് ചെയ്യണത് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അതിൻ്റെ കൂടെ ഇതും കൂടി നന്നായി നോക്കണം. നമ്മുടെ അധ്വാനത്തിന് എന്തെങ്കിലും ഗുണം വേണ്ടേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി വരാട്ടോ, എന്നിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്കല്ലോ. പിള്ളേരെ അച്ഛനെത്താൻ തന്നെ കുറച്ച് വൈകും, അപ്പോൾ മോള് പോയിട്ട് സെറ്റാക്കിയിട്ട് വരാം. ഹലോ, അങ്ങനെ ഞാൻ ദേ പണിയൊക്കെ കഴിഞ്ഞ് വയർത്തൊരു പരിവായി മോളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനി അത് ഞാൻ കാണിക്കാം, ഞാൻ വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ഹാങ്ങിങ്സ് ഇട്ടിട്ടുണ്ട്, അത്ര തന്നെ നമ്മുടെ വിഷുവിൻ്റെ അല്ലേ. അപ്പോൾ കുറച്ചിങ്ങനെ ചെണ്ടുമല്ലി പോലത്തെ ഹാങ്ങിങ്സ് ഇല്ല, അത് ഇട്ടിട്ടുണ്ട് അത്ര. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് 1-ാം തീയതി തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്, എനിക്കറിയില്ല. പിന്നെ വിഷു ഓണൊക്കെ വരുമ്പോഴേ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് നമ്മൾ ഈ നല്ല ഡ്രസ്സുകൾ പുതിയത് കാണിക്കുമ്പോൾ, നമ്മൾ ധാവണി സാരി ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും തരുന്നതാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഇടുന്നു ഒന്നുമല്ല കേട്ടോ. ഒരു 10,000, 20,000 രൂപയൊക്കെ ഇതിന് പോവും ഓരോ വിഷു ഓണം. എൻ്റെ നിന്ന് പോകാറുണ്ട് കേട്ടോ, ഓരോ വിഷു ഓണം അതുപോലെ ക്രിസ്മസിന് ഞാൻ പിന്നെ അത്രയ്ക്ക് ഞങ്ങളങ്ങനെ ചെയ്യാറില്ല, പോകാറുണ്ട് കേട്ടോ. അത് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോണത്, അതായത് നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് നമ്മൾ ഫ്ലിപ്കാർട്ടിന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2 ധാവണി സെറ്റ് ഫ്ലിപ്കാർട്ടിന് എടുത്തു. അതായത് അപ്പം നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഇപ്പോൾ പ്രത്യേകിച്ച് ഓൾട്ടർ ചെയ്യണം, കാരണം പാവാടൊക്കെ ഉണ്ടല്ലോ അത് ഇത്ര ഉണ്ട് ലെങ്ത്ത്, അത് ഫ്രീ സൈസ് ആയിരിക്കും വരിക. പിന്നെ ബ്ലൗസ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഷോള് മാത്രം ഒന്നും ചെയ്യണ്ടാവും, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും.
അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് 2 ധാവണി ഒരു അണ്ടർ 500 ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ എന്താ പറയുക സ്കേർട്ട്, ധാവണിയുടെ സ്കേർട്ട് നമ്മൾ അവരത് അഴിച്ച് വീണ്ടും ഫിറ്റ് ചെയ്ത് അരപ്പട്ടയൊക്കെ വീണ്ടും അവരഴിച്ച് വെച്ച് ചെറിയ ഞൊറിയൊക്കെ ചെറുതാക്കി എടുത്ത് വരുമ്പോൾ, അതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ എനിക്ക് 2 ധാവണിക്ക് 2900 സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എത്ര എണ്ണം എടുക്കുന്നുണ്ട്, ബ്ലൗസ്, സാരി ബ്ലൗസ്, ഇങ്ങനത്തെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ സാരിയുടെ ബ്ലൗസ് തയ്ക്കണേക്കാളും റെഡിമെയ്ഡ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 1-2 തയ്ച്ചു, പിന്നെയൊക്കെ റെഡിമെയ്ഡ് അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ട് തന്നെയാട്ടോ നമ്മൾ ഓരോന്ന് ചെയ്യണം. അങ്ങനെ നമുക്ക് വേറൊരു ഇതില്ല. മറ്റുള്ളവരെങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെയാണ്, പൈസ കൊടുത്തിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഇപ്പം എനിക്ക് വ്യൂസൊക്കെ കുറവാണ് യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ കിട്ടണം. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ കൊളാബറേഷനും അങ്ങനെ വാരി വലിച്ചെടുക്കാറില്ല. എനിക്ക് പറ്റണത് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളാബറേഷനും ഇപ്പം അധികമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ആ ഒരു എമൗണ്ടൊക്കെയാണ് ഞാനിങ്ങനെ എടുക്കാറ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ എടുക്കുമില്ലെങ്കിൽ ഇങ്ങനെ കൊളാബറേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഓണം വിഷുവിനൊക്കെ എനിക്ക് കൊളാബറേഷൻ യൂട്യൂബിൽ നിന്നുള്ള എന്തെങ്കിലും വരുമാനം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അധികം ഓരോ പ്രൊഡക്റ്റിനും അത്രയും റേറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലർ ചോദിക്കും, അപ്പോൾ കാണാണ്ടാവുമ്പോൾ ചേച്ചി എന്താ വീഡിയോ ഓണത്തിനുണ്ടല്ലേ വിഷുവിനുണ്ടല്ലേ. അപ്പോൾ അതാണ് കാര്യം, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. അപ്പോൾ പലരും ചിലപ്പോൾ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം എന്താ ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ. പക്ഷെ അതുകൊണ്ടാണ്, നമുക്ക് പൈസ വേണ്ട, നമുക്ക് എല്ലാത്തിനും പൈസയാണ്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്രാവശ്യം വലിയ വീഡിയോകൾ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു 10 ഓണത്തെ വിഷുവിന് 1-ാം തീയതി തൊട്ട് ഒരു 13-ാം തീയതി വരെ അങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനാണ് വിചാരിക്കണേ. അപ്പം ഞാൻ വെള്ളം ഈ ബോട്ടിൽ കുറച്ച് പേര് ലിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ബോട്ടിലൊക്കെ ആട്ടോ, അതായത് ഇങ്ങനത്തെ മേടിച്ചത്. കാരണം ഒന്നും പാർക്ക് തട്ടിയിട്ടിട്ട് ഇവിടുത്തെ ഇത് പൊട്ടിപ്പോയി, ഈ സംഭവം പൊട്ടിപ്പോയിട്ട് കാറിലൊന്നും വെക്കാൻ പറ്റില്ല, ചെരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പോകും. ഈ സംഭവം ഞാൻ എപ്പോഴും ഇടാറില്ല, ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത്, ഞാൻ ഒഴിച്ച പിടിക്കുക. ഇത് ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. അപ്പോൾ ഇത് പൊട്ടിയ കാരണം ഞാൻ മാറ്റിയിട്ട് വേറെ കുപ്പി, ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മറ്റേത് നമ്മൾ മറിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം പോകും. ഇത് പൊട്ടിപ്പോയ കാരണം ബ്ലാക്ക് കളറും. അതാണ് അത്യാവശ്യം 2.5 ലിറ്ററോളം വെള്ളം കൊള്ളിട്ടത്. അപ്പോൾ ഞാൻ ഇത്രയും കുടിച്ചു. ഇന്നിപ്പോൾ മോള് പോയപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ടുള്ളൂ. പിള്ളേരൊന്നും വന്നിട്ടില്ല, അച്ഛനും ഞാനും വന്നിട്ട് ഫുഡ് കഴിക്കണം. എനിക്ക് ഇപ്പോഴും വിശക്കണില്ല, കാരണം എനിക്കിപ്പോൾ ഒന്നാമത്തെ വിശപ്പ് കുറവാണ്. 2ാമത്തെ കാര്യം പീരിയഡ്സിൻ്റെ ആ ഒരു എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം മുന്നേ ഉണ്ടായിരുന്നു, സത്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ജിമ്മിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാമല്ലോ. ഫുൾ തീരൊന്നും ഇല്ലാത്തൊരു ഭാഗ്യവാന്മാരാണ്. പക്ഷെ എന്നാലും നമുക്കൊരു പറയത്തൊക്കെ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം ഇനി എന്താ പറയുക, പിള്ളേരൊക്കെ വന്നിട്ട് ഫുഡ് അടിക്കുന്നതാണ്. അപ്പൊ ഉച്ചക്ക് ഞാൻ കഴിച്ചത് കുറച്ച് മുന്തിരി കേട്ടോ. ഇതിപ്പോ നമ്മൾ അറിയണ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, അതായത് ഫ്രൂട്ട് ഷോപ്പ്. അവിടുത്തെ ചേട്ടനെ നല്ല പരിചയം. അപ്പൊ ആള് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ മണി വീണെടുക്കില്ല, അതായത് നമ്മൾ കൊലയിൽ ഇങ്ങനെ മണികൾ വീണില്ല, അതിങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് മാറ്റി വെച്ചിട്ട് അപ്പൊ ചേട്ടൻ ചെല്ലുമ്പോ മണികള് പച്ചയും കറുപ്പും രണ്ടും നല്ല മധുരമുള്ള മുന്തിരി കേട്ടോ. അപ്പൊ അത് സെപ്പറേറ്റ്. അപ്പൊ അതിന് കുറച്ച് റേറ്റും കുറവാകും. ചിലപ്പോ 1-2 ചീഞ്ഞൊക്കെ ഉണ്ടാവും. നമ്മൾ കഴുകണ നേരത്തെ നന്നായി വൃത്തിക്ക് കഴുകി അതൊക്കെ എടുത്ത് കളഞ്ഞ് അപ്പൊ അങ്ങനെ മേടിക്കും കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ് കേട്ടോ. എന്റെ അപ്പച്ചന ഉള്ളപ്പോഴും മേടിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫുഡ് കഴിഞ്ഞപ്പോ കുറച്ച് കഴിച്ചു, പിന്നെ ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ബുക്കായിട്ട് ഞാൻ വായിച്ച് പകുതിയൊക്കെ വെച്ചിട്ടുള്ളതാ. പിന്നെ എന്റെ ബുക്ക് ഇപ്പൊ ഞാൻ മേടിച്ച ബുക്കുകളാട്ടോ ഫുൾ ഹൊറർ ആൻഡ് ത്രില്ലറാണ്. എന്റെ ഒരുപാട് ബുക്ക് കളക്ഷൻ ഉണ്ട്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ 5 മണിയായപ്പോ എനിക്ക് വിശന്നു ചെറുതായിട്ട്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ള ഫുഡാണിത്. പേരക്കുണ്ട്, അതുപോലെ തന്നെ ഒരു വെള്ളപ്പെടുത്തിട്ടുണ്ട്, പിന്നെ കാലത്ത് വെച്ച ഗ്രീൻ ബീൻസ് കറി, പിന്നെ മുട്ട ഞാൻ പുഴുങ്ങിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 2 മുട്ട. അതിന്റെ മഞ്ഞ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ, എനിക്ക് സത്യമായിട്ട് മുട്ടയുടെ മഞ്ഞ ഇഷ്ടമില്ല. പിന്നെ നല്ലോണം അങ്ങനെ നല്ലോണം വേവാത്തയില്ലേ, ഹാഫ് ബോയിൽഡ് പോലെ ആയിട്ടുള്ളത്, അതാവുമ്പോ ഞാൻ കഴിക്കും. അല്ലാണ്ട് എനിക്ക് മുട്ട നന്നായി വെന്തത് എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇന്ന് കഴിച്ചിട്ടുള്ള ഫുഡ്. അതോടെ ഞാൻ ഫുഡ് അടി കഴിഞ്ഞു. 5 മണിക്ക് അങ്ങനെ കഴിച്ച് അവസാനിപ്പിക്കും കേട്ടോ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെറുതെ കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പാറു അമ്മൂടി ഇവിടെ കളിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നോക്കുമ്പോ ഞാനൊരു സീരീസ് കണ്ടായിരുന്നു, ഒരു റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. ആ സീരീസിന്റെ പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് കാണാന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടക്കണ കണ്ട, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീട്ടിൽ കിടക്കുക. അപ്പൊ ആ സീരീസ് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതങ്ങനെ കുറച്ചു നേരം കണ്ടു. അങ്ങനെ നേരം പോയിട്ട് അത് കണ്ട് നമുക്ക് ഇവിടെ പാറക്കുട്ടീനെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കട്ടെ. പാറക്കുട്ടിയുടെ ABCD കേൾക്കാം നമുക്ക്. പാട്ട് ABCD പാടിയേ, പാട് ഇവിടെ നിക്ക്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ചേട്ടൻ എത്തിയിട്ടില്ല ജിമ്മിന് പോയിട്ട്. ഇപ്പം സമയം 8 മണി. നമ്മുടെ പാർക്കുട്ടി ഉറങ്ങിയിട്ടാ. പാർക്കുട്ടി പകലൊന്നും ഉറങ്ങാറില്ല. പിന്നെ അങ്ങനെ ബലമായിട്ട് പിടിച്ച് കിടത്തി ഉറങ്ങും. ഇന്നിപ്പോൾ പകൽ ഉറങ്ങാത്ത കാരണം അവൾ നേരം വരും തന്നെ ഉറങ്ങും. ആരും ഉറക്കൊന്നും വേണ്ട. അപ്പോൾ അവളത് ഇവിടെ കിടന്ന് ഉറക്കമാണ്. അതവിടെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ പിന്നെ നാളെ രാവിലെ എണീറ്റുള്ളൂ. ഉറങ്ങും 8 മണി. പകൽ ഉറങ്ങിയില്ലെങ്കിൽ നേരത്തെ സ്വയം ഉറങ്ങും കേട്ടോ. അമ്മൂനൊക്കെ ആയിരുന്നു കെടുത്തി തട്ടി ഒപ്പം കെടുക്കണം എന്നാലൊക്കെ ഉറങ്ങുള്ളൂ. പക്ഷെ പാറുവിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ആൾക്ക് പാലുകൂടി നിർത്തിയ സമയം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പാലുകൂടിക്കാത്ത സമയം തുടങ്ങി കിടന്ന അങ്ങനെ തന്നെ അവള് തിരിഞ്ഞിടുന്ന അപ്പുറത്ത് കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരാൾ പിടിക്കുകയെ തട്ടുകയെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങി, ഞാനെടുത്ത് അവിടെ കൊണ്ടുവന്ന് കെടുത്തി. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പാർക്കുട്ടി ഉറങ്ങിയാൽ പിന്നെ ഒന്ന് ഞാൻ ഫ്രീ ആവും. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിംഗ് പണിയും പിന്നെ എന്തെങ്കിലും കണ്ടന്റ് എഴുതി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് എഴുതാറുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതും. പിന്നെ നാളെ വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഫേസ് പാക്കും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതൊക്കെ എടുത്തു വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ നമുക്ക് നേരെ വീഡിയോ എടുത്താൽ മതിയല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഫ്രീ ആകുമ്പോഴേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അവളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മൾ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.